റോബിൻ, ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, ഒരു പേരാണ് ഗോവിന്ദസ്വാമി. അതിൻ്റെ പശ്ചാത്തലം നമുക്ക് എവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. കൊടും ക്രിമിനലാണ്. നമുക്ക് എന്താണ് ഒരു മനുഷ്യമൃഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. സൗമ്യ വധക്കേസിലെ ആ പ്രതി, കുറ്റം ചെയ്ത ആ വ്യക്തി കണ്ണൂർ വളരെ സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ ജയിലിൽ ചാടുന്നു. അതിനുശേഷം ആ വ്യക്തിയെ പിടികൂടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും ഒക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ ഗോവിന്ദസ്വാമി, ആ പേരുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ആ സൗമ്യ വധക്കേസിന് ശേഷം മാധ്യമങ്ങളിൽ വരികയുണ്ടായി. ഉദാഹരണമായി പറയുകയാണെങ്കിലും ഇന്ന് തന്നെ ഈ ഗോവിന്ദസ്വാമി അഥവാ ചാർലി തോമസ്, ഈ ചാർലി തോമസ് എന്ന പേര് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നു. അത് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ, ജനം TV ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങളുടെയൊക്കെ ന്യൂസ് കാർഡിൽ പോലും ഗോവിന്ദസ്വാമി ബ്രാക്കറ്റിൽ ചാർലി തോമസ് എന്ന ആ ഒരു രീതിയിലേക്ക് അവർ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. മാത്രമല്ല, ഈ ഒരു കേസിൻ്റെ നാൾവഴികളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ആളൂരിൻ്റെ ഒരു ഇടപെടൽ, അഡ്വക്കേറ്റ് ആളൂർ ഈ ആകാശപ്പറവുകളുടെ കൂട്ടുകാർ, നമുക്കറിയാം ആ ഒരു പ്രസ്ഥാനം ഈ സമൂഹത്തിന് ചെയ്യുന്ന നന്മകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആരോരുമില്ലാത്തവർക്ക് ആലംബമായിട്ട് അവരെ പരിചരിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ശുശ്രൂഷ പ്രസ്ഥാനമാണ് ആകാശപ്പറവുകളുടെ കൂട്ടുകാർ. അപ്പോൾ ആകാശപ്പറവുകളുടെ കൂട്ടുകാരാണ് ആളൂരിന് പൈസ കൊടുത്തത്. അവരുടെ കേന്ദ്രത്തിൽ വെച്ച് ഈ ഗോവിന്ദസ്വാമിനെ മതം മാറ്റി ചാർലി തോമസ് ആക്കി മാറ്റി എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ, വിവാദങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ വരുന്നു. അത് ഈ ഒരു സമയത്ത് ചിലരൊക്കെ അത് ഇങ്ങനെ കുത്തിപ്പൊക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഗോവിന്ദസ്വാമിയാണോ ചാർലി തോമസ് ആണോ യഥാർത്ഥ പേര് എന്നത് കൃത്യമായിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ പ്രേക്ഷകരുമായിട്ട് ഈ ചർച്ചയുടെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ പങ്കുവയ്ക്കും. എന്തുകൊണ്ട് റോബിൻ, ഞാൻ ആദ്യത്തെ നമുക്ക് ആ ഒരു പോയിന്റ് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഗോവിന്ദസ്വാമി ചാർലി തോമസ്, നമുക്കറിയാം പല കുറ്റാരോപണങ്ങൾ അല്ലെങ്കിൽ കുറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കുറ്റകൃത്യം ചെയ്തവരുടെ പേരുകൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ചാർലി തോമസ് എന്ന പേര് ചിലരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ചില അജണ്ട സംശയിക്കത്തക്ക രീതിയിലാണ് പലരും ആ പേര് പ്രൊജക്റ്റ് ചെയ്യുന്നത്. റോബിൻ എന്ത് തോന്നുന്നു? എനിക്ക് അതിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചാർലി തോമസ് എന്ന പേര് ഉയർത്തുന്ന ആളുകളുടെ ഈ കാലഘട്ടം, അവരുടെ ഈ കാലഘട്ടവും അന്ന് കാലത്ത് ഈ ചാർലി തോമസ് എന്ന പേര് ഉയർത്തുകയും അതുപോലെ ആകാശപ്പറവുകളെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിടുകയും ചെയ്ത ആളുകൾ, അതുപോലെ തന്നെ ആളൂരിനെ ഈ ആകാശപ്പറവുകളുമായി ബന്ധിപ്പിക്കുന്ന ആളുകൾ, ഇവരുടെ അജണ്ട ഈ രണ്ട് കാലഘട്ടങ്ങളെ വെച്ച് നമ്മൾ വിലയിരുത്തണം. ഈ ആദ്യകാലത്ത് ഇപ്പോൾ SDP-യുടെ മുഖപത്രമായ തേജസ് പോലെയുള്ള പത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായ വാർത്തകൾ, ആകാശപ്പറവുകൾ എന്താണ്, ആകാശപ്പറവുകൾ അവരുടെ ചരിത്രം പോലും തെറ്റായിരുന്നു അന്ന് എങ്ങനെ ഉണ്ടായെന്നൊക്കെയുള്ള അന്നത്തെ ആ SDP എന്ന് പറയുന്ന PFI എന്ന് പറയുന്ന ആ സംഘടന അന്ന് ചെയ്ത ഒരുപാട് ക്രിസ്ത്യൻ വിരുദ്ധമായ ഒരുപാട് അവർ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു, അങ്ങനെയാണ് ശരിക്കും അതിനെ മനസ്സിലാക്കണം. അന്നത്തെ അവരുടെ അജണ്ടയുടെ ഒരു ഭാഗമായിരുന്നു കൃത്യമായിട്ട് അന്നത്തെ പ്രമാദമായ കേസ്. ഇപ്പോൾ ഈ സൗമ്യയുടെ കേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പോലും വീട്ടുകാർ പെൺകുട്ടികളെ ട്രെയിൻ പറഞ്ഞു വിടുമ്പോൾ ഇന്ന് പോലും അവരുടെ മനസ്സിലിരിക്കുന്ന കേസാണ്. അതെ, അത്ര ഡെപ്തുള്ള കേസാണ്. ആ കേസിനെ വെച്ചിട്ട് ക്രിസ്ത്യൻസിനെ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ അടുത്ത് പലപ്പോഴും നമ്മൾ ഇത് ചർച്ച പോകുന്ന സമയത്ത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ക്രിസ്ത്യൻ നാമത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകാശപ്പറവുകളെ പിടിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ക്രിസ്ത്യൻ പേര് പിടിച്ചിട്ട് ആളൂരിനെ ഈ ആകാശപ്പറവുകളുടെ വക്താവാക്കി വെച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന നിയമം കൈകാര്യം ആളാക്കി വെക്കുക എന്നുള്ളത് അന്നത്തെ ഈ PFIയുടെ അടക്കമുള്ള അജണ്ടയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. കാരണം അവർ ഈ ആകാശപ്പറവുകളെ ഇവർ പിടിച്ചിടുമ്പോൾ അതിനുള്ള തെറ്റുപറ്റിപ്പോയി. കാരണം അതുപോലെ എറർ പറ്റിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഈ ക്രിസ്ത്യൻ തോട്ട്, എന്താണ് ക്രിസ്ത്യൻ വ്യൂ, എന്താണ് ഇതിനെക്കുറിച്ച് എന്നുള്ളത് കൃത്യമായി അറിവില്ലായിരുന്നു. അവരുടെ എക്സ്പ്ലനേഷനിലെല്ലാം അതുണ്ട്. എന്ന് അവർ നോക്കുമ്പോൾ ഒരു രീതിയിൽ നമ്മളതിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ആകാശപ്പറവുകളെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു അൽഖ്വയ്ദ എലമെൻ്റ് ഇല്ല, അതുമല്ലെങ്കിൽ ഒരു ISIS എലമെൻ്റ് ഇല്ല, അതുമല്ലെങ്കിൽ ഒരു തീവ്രവാദ എലമെൻറ്റും ഇതിൽ കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ. അവർക്ക് അവിടെയാണ് തെറ്റുപറ്റിപ്പോയത്. അവർ ചാരിറ്റി സംഘടനയെ കാണുന്നത് PFIയുടെ ചാരിറ്റി സംഘടന ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. അതെന്താണോ ഉദ്ദേശിച്ചത് ആ പർപ്പസിൽ ആണ് ക്രിസ്ത്യൻ ചാരിറ്റി സംഘടനകൾ, ഇതുപോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവർ ചിന്തിച്ചത്. ആ രീതിയിലാണ് ഇവർ ഇതിനെ ഫ്രെയിംവർക്ക് ചെയ്തത്. ആ ഫ്രെയിംവർക്കിൽ ഉള്ളിൽ കൊണ്ടുവന്നു ഇവർ ഈ ആകാശപ്പറവുകളെ, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ.
പക്ഷേ എല്ലാവർക്കും അതിൻ്റെ സത്യാവസ്ഥ പിന്നീട് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഇവർ പറയുന്ന ഒരു തെളിവുകളും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ കണ്ട ആ വ്യൂ എന്ന് പറയുന്നത് അതാണ്. അന്നത്തെ PFIയുടെ അജണ്ട എന്തായിരുന്നോ ആ അജണ്ട വെച്ച് അവരതിൻ്റെ ഉള്ളിലേക്ക് ഈ ആകാശപ്പറവുകളെ കൊണ്ടുവരാൻ നോക്കി. പക്ഷേ ആകാശപ്പറവുകൾ ഈ ക്രിസ്ത്യൻ ഇതുപോലെയുള്ള ചാരിറ്റി സംഘടനയെ മനസ്സിലാക്കുന്നവർ, അതിൻ്റെ സത്തയെ മനസ്സിലാക്കുന്നവർ അവർ പരാജയപ്പെട്ടു. അവരതിനെ കണ്ടത് അവരുടെ പല ഈ PFIയുടെ സംഘടന, ചാരിറ്റി സംഘടന പോലെയാണ് ഇതും പ്രവർത്തിക്കുന്നതെന്ന് അതിൻ്റെ ഉള്ളിൽ പരാജയപ്പെട്ടു. അങ്ങനെ സമ്പൂർണ്ണമായി ഈ ആകാശപ്പറവുകളെ വെച്ചുള്ള ആ കാര്യം ഇല്ലാതായി. ഈ ചാർലി തോമസ് എന്ന് പറയുന്ന ഈ പേര് പോലും അന്ന് അവരതിനുവേണ്ടി ഫ്രെയിം ചെയ്തതായിരുന്നു. പിന്നീട് ഈ സമയത്ത് ഇപ്പോൾ എങ്ങനെ ഈ പേര് വീണ്ടും മറ്റു ചില മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ചില സംഘടനകളുടെ ഇന്ത്യയിൽ മുഴുവനുമുള്ള ഒരു അജണ്ടയുടെ ഭാഗമുണ്ട്. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത്. അത് കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു വയ്ക്കണം. അതിന് ഏറ്റവും നല്ല സോഴ്സ് അന്ന് ഇവർ തന്നെ കുറ്റം പറയുന്ന, ഇവർ തന്നെ നാഴികയ്ക്ക് 400 വട്ടം മോശമാണ് എന്ന് പറയുന്ന അതേ സംഘടനകൾ ഉപയോഗിച്ച അതേ തന്ത്രം ഈ പുതിയ കാലത്തിൽ ഇവരെടുത്ത് പയറ്റുമ്പോൾ, അതേ സംഘടനകളുടെ തന്ത്രം, അതേ സംഘടനകളുടെ കയ്യിൽ നിന്ന് അതേ സാധനം എടുത്ത് ഇവർ പയറ്റുമ്പോൾ ഇവർക്കുള്ള ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നവരാണ്, ഇങ്ങനെയുള്ളവർ. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൃത്യമാണ്. ആ പേരെഴുതുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള വികാരം വ്യക്തമാണ്. ഇത് വളരെ കൃത്യമായിട്ട് ക്രിസ്ത്യാനികൾ ആസൂത്രണമായിട്ട് മതം മാറ്റിയിരിക്കുന്നു ഈ ആളെ. അത് പറഞ്ഞ് വെച്ച് ആളുകളുടെ ഉള്ളിലേക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ ഈ പുതിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ പേരിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നത്. നമ്മൾ ഈ 2016 സുപ്രീം കോടതി ഈ ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 2016 സെപ്റ്റംബർ മാസം 17-ാം തീയതി ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവറിൻ്റെ പ്രോഗ്രാം അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും അവൈലബിൾ ആണ്. അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട ആ ഒരു ചർച്ചയിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് ഈ തേജസ് ദിനപത്രത്തിൻ്റെ തൃശ്ശൂർ ബ്യൂറോയുടെ ചാർജ് ഉണ്ടായിരുന്ന റഹ്മത്തുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കിലച്ചൻ ഫോണിൻ വഴി ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് ചില അതിഥികൾ കൂടി അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ തന്നെ റോബിൻ പറഞ്ഞതുപോലെ ഫാക്ച്വൽ ആയിട്ടുള്ള എറർ. അപ്പോൾ ഈ തേജസ് ദിനപത്രമൊക്കെ അന്ന് ആരോപിച്ചത് ഈ ആകാശപ്പറവുകൾ, അവർ പേര് തന്നെ പറയുന്നത് തെറ്റിച്ചാണ് പറയുന്നത്. ശരിക്കും ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ശുശ്രൂഷ പ്രസ്ഥാനത്തിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കോയമ്പത്തൂരുള്ള അവരുടെ സംവിധാനത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ സ്ഥാപനത്തിൽ പോയിട്ടാണ് ഗോവിന്ദസ്വാമിയെ മതം മാറ്റി ചാർലി തോമസ് ആക്കി മാറ്റിയത്. അപ്പോൾ കോയമ്പത്തൂർ അവർക്ക് അങ്ങനെ ഒരു സ്ഥാപനമില്ല എന്ന് ആകാശപ്പറവുകളുടെ കൂട്ടുകാരുടെ വക്താക്കൾ കൃത്യമായിട്ടും പറയുന്നു. ഇനി ഈ കുന്നംകുളത്തുള്ള ആകാശപ്പറവുകളുടെ സ്ഥാപനത്തിൽ നിന്ന് വന്ന് സൗമ്യയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഈ അത്തരത്തിലുള്ള ചില മതപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊരു കാര്യം ആരോപിക്കുന്നത് ജോർജ് കുറ്റിക്കിലച്ചൻ വളരെ വൈകാരികമായിട്ട് തന്നെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ആ അമ്മയെ ആശ്വസിപ്പിക്കാനും സാന്ത്വനമേകാനും വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ടുള്ളത്. അല്ലാണ്ട് ഇവർ ആരോപിക്കുന്നത് പോലെ മതപരമായിട്ടുള്ള ഒരു അജണ്ടയും അതിൻ്റെ അകത്തില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഒരു യാത്രയൊക്കെ നടത്തിയിരുന്നു. ശാന്തി യാത്ര എന്നാണ് ഈ തേജസ് ദിനപത്രം ആരോപിക്കുന്നത്. പക്ഷേ ആ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആകാശപ്പറവുകളുടെ കൂട്ടുകാരുടെ വക്താക്കൾ, പ്രത്യേകിച്ച് കുറ്റിക്കിലച്ചൻ ഉൾപ്പെടെയുള്ളവർ അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല വളരെ കൃത്യമായിട്ടും ആ ന്യൂസ് അവർ അവതരിപ്പിച്ച വിനു കൃത്യമായിട്ടും ഈ റഹ്മത്തുള്ളയുടെ വാദഗതികളെ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച. കാരണം ഫാക്ച്വലായിട്ട് പല എററുകളും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിനി ഈ ചാർലി തോമസ് എന്ന് പറയുന്ന ആ ഒരു പേര്, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പേര് എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉത്ഭവിച്ചു, അതിൻ്റെ പിന്നിലുള്ള ഒരു വാസ്തവം പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. റോബിൻ, നമുക്ക് ആദ്യമേ തന്നെ പരിശോധിക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിന്യായങ്ങൾ, പോലീസിൻ്റെ പക്കലുള്ള രേഖകൾ, അതിൽ എവിടെയെങ്കിലും ഈ ചാർലി തോമസ് എന്ന് പറയുന്ന പേരുണ്ടോ എന്ന് ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും ഷോർട്ടായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുക. ഇപ്പോൾ ഗോവിന്ദസ്വാമി അവിടെ ജയിലിൽ ചാടുന്നു. ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു വാണ്ടഡ് ആ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. ആ നോട്ടീസിൽ പോലീസ് പറഞ്ഞിരിക്കുന്ന പേരൊന്ന് ഞാനൊന്ന് വായിക്കുകയാണ്. ഗോവിന്ദസ്വാമി സി നമ്പർ 46 അക്യൂസ്ഡ് ഇൻ സൗമ്യ മർഡർ കേസ്. ഇവിടെ എവിടെയെങ്കിലും ഗോവിന്ദസ്വാമി അഥവാ ചാർലി തോമസ് എന്നൊരു പേര് ഇന്ന് പോലും പോലീസ് പുറപ്പെടുവിച്ച നോട്ടീസിൽ പറയുന്നില്ല. ഞാനിനി ആ പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത്, വിധിന്യായം എന്ന് പറയുന്നത് നെറ്റിൽ അവൈലബിൾ ആണ്. ഈ
2013 ഡിസംബർ മാസം 17-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ഗോവിന്ദസ്വാമിക്ക് കൊടുത്ത അല്ലെങ്കിൽ വിധിച്ച ആ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ട്. ഏകദേശം 300-ലധികം പേജുകളുണ്ട് ആ വിധിന്യായത്തിന്. ജസ്റ്റിസ് TR രാമചന്ദ്രൻ, ഒപ്പം തന്നെ ജസ്റ്റിസ് B കമാൽ പാക്ഷ അവർ അംഗങ്ങളായിട്ടുള്ള ബെഞ്ചാണ് സുപ്രധാനമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നത്. നമുക്കറിയാം, ഈ നിയമരംഗത്തെ വിദഗ്ധർക്ക് അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കൃത്യമായിട്ടറിയാം, ഒരു വ്യക്തി ഇപ്പോൾ ഗോവിന്ദസ്വാമി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് ചാർലി ആണെങ്കിൽ ഗോവിന്ദസ്വാമി അഥവാ ചാർലി എന്ന് വളരെ കൃത്യമായിട്ട് രേഖകളിൽ പറയും. ഞാൻ ആ വിധിന്യായത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷൻ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്, റെസ്പോണ്ടൻറ്റ് ഗോവിന്ദസ്വാമി സൺ ഓഫ് അറുമുഖം റിസൈഡിങ് അറ്റ് ഐവത്താക്കുടി, പിന്നെ അഡ്രസ്സ് പറയുന്നുണ്ട് കടലൂർ ഡിസ്ട്രിക്റ്റ്, തമിഴ്നാട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ ഈ ചാർലി തോമസ് എന്ന് പറഞ്ഞൊരു പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി മറ്റൊരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട് റോബിൻ. ഈ ഒരു വിധിന്യായത്തിൻ്റെ 232, 233 ഒപ്പം തന്നെ 240, 250 പാരഗ്രാഫുകൾ ഞാനൊന്നു പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് അവതരിപ്പിക്കുകയാണ്. അതായത് ഇതിനകത്ത് 232-ൽ പറയുന്ന ഒരു കാര്യമുണ്ട്, PW63 എന്ന് പറയുന്നത് പാലക്കാട് റെയിൽവേ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഫെബ്രുവരി 2-ാം തീയതി 2011 ഫെബ്രുവരി 2-ാം തീയതി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. തമിഴ് സംസാരിക്കുന്ന ഒരു ഒറ്റക്കൈനായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി അന്വേഷിക്കണം. നമുക്കറിയാം, ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ ഒരു കൃത്യം നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കേസിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ ചില ദൃക്സാക്ഷികൾ ആരോപിച്ച ഈ തമിഴ് സംസാരിക്കുന്ന ഒറ്റക്കൈനായിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഈ PW63 ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അദ്ദേഹം അതിനുശേഷം ഈ PW63 വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതായത് തൃശ്ശൂർ, ചാലക്കുടി, ആലത്തൂർ, അങ്ങനെ പറയുന്ന പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11 മണിയോടുകൂടി 2-ാം തീയതി ഏകദേശം 11 മണിയോടുകൂടി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ ഗോവിന്ദസ്വാമിയെ പിടികൂടുന്നു. അപ്പോൾ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഗോവിന്ദസ്വാമി അവിടെ പിടികൂടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ റെയിൽവേ പോലീസിൻ്റെ സംഘം ഗോവിന്ദസ്വാമിയോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ചാർലി എന്ന് പറയുന്ന പേര് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഗോവിന്ദസ്വാമി പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പേര് ഗോവിന്ദസ്വാമി അഥവാ ചാർലി എന്നാണ്, അറുമുഖം എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്, ഐവാക്കുടി അല്ലെങ്കിൽ വിരുദാചലം കടലൂർ ഡിസ്ട്രിക്റ്റിലാണ് വീട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു, ഈ റെയിൽവേ പോലീസ് ഈ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഗോവിന്ദസ്വാമിയെ കൊണ്ടുവരികയാണ്. അവിടെയാണ് PW81 എന്ന് പറയുന്നത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ CA ആണ്. അദ്ദേഹത്തിനായിരുന്നു അന്വേഷണത്തിൻ്റെ ചുമതലയുള്ളത്. അവരുടെ പക്കലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും അവരും ഈ പറയുന്ന വ്യക്തിയോട് ചോദിച്ചു, പേരെന്താണ് എന്ന് ചോദിച്ചു. അവിടെ വെച്ചും ഈ ഗോവിന്ദസ്വാമി പറയുന്നുണ്ട്, എൻ്റെ പേര് ചാർലി എന്നാണ്, ഗോവിന്ദസ്വാമി എന്നും അറിയപ്പെടുന്നു, ചാർലി ആസ് വെൽ ആസ് ഗോവിന്ദസ്വാമി എന്ന് മറുപടി നൽകുന്നു. അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിനുശേഷം ഈ ഗോവിന്ദസ്വാമി പറഞ്ഞ ഈ കാര്യങ്ങൾ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു പോലീസ് സംഘത്തെ ഈ അന്വേഷണ സംഘം നിയോഗിക്കുന്നുണ്ട്. 240-ാമത്തെ പാരഗ്രാഫാണ്, അത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അക്കോർഡിംഗ് ടു PW81, ദ പോലീസ് പാർട്ടി ഡെപ്യൂട്ടഡ് ഫോർ വെരിഫൈങ് ദ നെയിം ആൻഡ് അഡ്രസ് ഫർണിഷ്ഡ് ബൈ ദ അക്യൂസ്ഡ് റിപ്പോർട്ടഡ് ദാറ്റ് ദ സെഡ് ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് ബൈ ദി അക്യൂസ്ഡ് വെർ ഫാൾസ്. അതായത് ചാർലി എന്ന് ഇവിടെ തോമസും ഇല്ല കേട്ടോ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ചാർലി എന്ന് മാത്രമാണ് ഗോവിന്ദസ്വാമി പറഞ്ഞുള്ളൂ, തോമസ് എവിടെ നിന്ന് കയറി വന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ചാർലി എന്ന് പറയുന്ന പേരോടുകൂടി ഗോവിന്ദസ്വാമി ഈ റെയിൽവേ പോലീസിനോടും ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തോടും പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ തെറ്റാണെന്ന് ഈ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പോയിട്ടുള്ള പോലീസ് സംഘം കൃത്യമായിട്ടും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ഗോവിന്ദസ്വാമിയെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് PW81 ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ CAയുടെ നേതൃത്വത്തിൽ അവിടെ ഈ ഗോവിന്ദസ്വാമി കൃത്യമായിട്ടും പറയുന്നുണ്ട്, when the accused was further questioned, he furnished his name and address as Govindaswamy, aged 30, son of Aramugam, ഐവത്താക്കുടി, റാഞ്ചി പോസ്റ്റ്, സമത്വാപുരം, വിരുദാചലം, കടലൂർ ഡിസ്ട്രിക്റ്റ്. ഇവിടെ കൃത്യമായിട്ടും ഗോവിന്ദസ്വാമി ഒരു പേര്, തൻ്റെ പേര് ഗോവിന്ദസ്വാമി എന്നാണ്. ഇവിടെ ഈ സീനിൽ ഇപ്പോൾ ചാർലി ഇല്ല. അപ്പോൾ വളരെ ക്രെഡിബിളായിട്ട് പോലീസ് സംഘം അന്വേഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഗോവിന്ദസ്വാമിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. തൻ്റെ പേര് ചാർലി എന്നല്ല, ഗോവിന്ദസ്വാമി എന്നാണ് കൃത്യമായിട്ടുള്ള അഡ്രസ്സ് പറയുന്നുണ്ട്. 250-ാമത്തെ പാരഗ്രാഫിലും കൃത്യമായിട്ട് ഗോവിന്ദസ്വാമി വീണ്ടും പറയുന്നുണ്ട്, തൻ്റെ പേര് ഗോവിന്ദസ്വാമിയാണ്, തൻ്റെ തൊഴിലെന്ന് പറയുന്നത് മോഷണമാണ്, അങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു
മറ്റൊരു പോർഷനിൽ പറയുന്നുണ്ട് PW47, അതായത് PW47 എന്ന് പറയുന്നത് ഗോവിന്ദസ്വാമിയെ ഈ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കിയിട്ടുള്ള ഡോക്ടർ ഹിതേഷ് ശങ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പോലീസ് സർജനാണ്. അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ കൂടിയാണ് അദ്ദേഹത്തോടും ഗോവിന്ദസ്വാമി മെഡിക്കൽ എക്സാമിനേഷൻ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ പേര് ഗോവിന്ദസ്വാമിയാണ്, ഇന്നതൊക്കെയാണ് അഡ്രസ്സ് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 240-ാമത്തെ പാരഗ്രാഫ്, 250-ാമത്തെ പാരഗ്രാഫ്, 233, 232 ആ പാരഗ്രാഫുകളൊക്കെ വളരെ ക്രെഡിബിളായിട്ട് നമ്മുടെ മുമ്പിലുള്ള ക്രെഡിബിൾ സോഴ്സാണ്. പോലീസ് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചാർലി എന്നൊരു പേര് ഗോവിന്ദസ്വാമിക്ക് ഉണ്ടായിരുന്നില്ല. ഗോവിന്ദസ്വാമി എന്ന് തന്നെയായിരുന്നു. അറുമുഖൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിരുന്നു. അതിൻ്റെ അഡ്രസ്സ് കൃത്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഗോവിന്ദസ്വാമി അന്ന് പടച്ചുവിട്ട നുണയിൽ നിന്നാണ് ചാർലി ഉത്ഭവിക്കുന്നു. അത് പിന്നീട് ചാർലി തോമസ് ആകുന്നു. അത് പിന്നീട് ഈ ആകാശപ്പറവുകളിലേക്ക് പോകുന്നു. എത്രമാത്രം തന്ത്രപരമായിട്ടുള്ളൊരു അജണ്ടയല്ലേ സംഭവിച്ചത്. മാത്രമല്ല ഈ ആരോപണം ഉന്നയിക്കുന്നവർ, അതായത് ഗോവിന്ദസ്വാമി അല്ല ചാർലി തോമസ് ആണ് ജയിൽ ചാടിയത് എന്ന ആരോപണം ഉന്നയിക്കുന്നവർ ഈ പറയുന്ന കുറ്റം ചെയ്ത വ്യക്തി ചാർലി തോമസ് ആണ് എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖകൾ പുറത്തുവിടട്ടെ. തീർച്ചയായിട്ടും അത് ഒരു എന്താ പറയുക, നമുക്ക് ചർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള രേഖകൾ, നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖകൾ, കോടതി വിധിന്യായങ്ങൾ, പോലീസിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കാര്യങ്ങൾ, നമുക്കറിയാം ഒരു വാണ്ടഡ് നോട്ടീസൊക്കെ പോലീസ് പുറപ്പെടുവിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖയായിരിക്കും. നമ്മൾ പല വാണ്ടഡ് നോട്ടീസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മറ്റൊരു ചെല്ലപ്പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിക് നെയിം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തും. പക്ഷേ അതൊന്നും നാം കണ്ടില്ല. ഇനി ഏറ്റവും പ്രത്യേകിച്ച് ഇതിൻ്റെ അത് പറയേണ്ടത് 2016 വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ്, അതിൽ പോലും ഗോവിന്ദസ്വാമി എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വിധിന്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയൊന്നും ചാർലി തോമസ് എന്നൊരു പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയുണ്ട് റോബിൻ. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൈക്കോടതി വിധിയിൽ പല മാധ്യമങ്ങളും പറയുന്നുണ്ട് തമിഴ്നാട് പോലീസിൻ്റെ പല രേഖകളിലും ചാർലി എന്നൊരു പേരുണ്ട്, അല്ലെങ്കിൽ ചാർലി തോമസ് എന്നൊരു പേരുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ ഹൈക്കോടതിയുടെ വിധിന്യായം അതിനകത്ത് 407-ാമത്തെ പാരഗ്രാഫ് അതിനുശേഷമുള്ള ചില ഭാഗങ്ങൾ ഒന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ PW83, അതായത് ആ വ്യക്തി ചെന്നൈ പോലീസിലെ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലെ ഒരു സബ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ആൾക്ക് 17/2/2011 ട്രിവാൻഡ്രം ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിൽ നിന്നും ഒരു റിക്വസ്റ്റ് ലഭിക്കുകയാണ്. അതായത് ഗോവിന്ദസ്വാമിയുടെ പോലീസ് കസ്റ്റഡിയിലുള്ള ഗോവിന്ദസ്വാമിയുടെ ഫിംഗർ പ്രിൻ്റ് ചെന്നൈയിലേക്ക് അയക്കുന്നു. അവരുടെ തമിഴ്നാട് പോലീസിൻ്റെ ഡാറ്റാബേസിലുള്ള ഏതെങ്കിലും ഫിംഗർ പ്രിൻറ്റുമായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ ഫിംഗർ പ്രിൻ്റ് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ അത് പരിശോധിക്കുന്നു. നിരവധി കേസുകളുമായി ബന്ധപ്പെട്ടുള്ള പല മാച്ചിങ്ങും ഈ ഫിംഗർ പ്രിൻ്റ് പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതായത് ട്രിവാൻഡ്രം ബ്യൂറോയിൽ നിന്ന് അയച്ച ഫിംഗർ പ്രിൻ്റ് പല കേസുകളിലും ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഫിംഗർ പ്രിൻറ്റുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. പല കേസുകളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അത് 2004 നടന്ന ചില കേസുകളുണ്ട്, 2005 നടന്ന കേസുകളുണ്ട്. അങ്ങനെ പല വർഷങ്ങളിൽ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കേസുകൾ എക്സാക്ട്ലി സെയിം ആണ്. അതായത് അവിടെ ഈ കേരള പോലീസിൻ്റെ പിടിയിലുള്ള ഗോവിന്ദസ്വാമിയും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തമിഴ്നാട്ടിൽ വിവിധ കേന്ദ്രങ്ങളിൽ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയും ഒരാൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒക്കെയുള്ള എല്ലാ രേഖകളും എടുത്ത് നമ്മൾ നോക്കുമ്പോൾ, ഈ വിധിന്യായത്തിലെ രേഖകൾ എടുത്ത് നോക്കുമ്പോൾ ഒരു ഘട്ടത്തിലും ഈ പോലീസ് രേഖകളിൽ ഇത് ചാർലി എന്ന് പറയുന്നില്ല. അത് ഗോവിന്ദസ്വാമി തന്നെയാണ്, ആ വ്യക്തി അത് തന്നെയാണ്. പക്ഷേ എല്ലാ രേഖകളിലും ചില രേഖകളിൽ കൃഷ്ണൻ അറ്റ് രാജ, അല്ലെങ്കിൽ രാജ അറ്റ് രമേശ് അറ്റ് രാജ എന്നൊക്കെയുള്ള രീതിയിൽ വ്യാജമായിട്ടുള്ള പേരുകളാണ് ഗോവിന്ദസ്വാമി അവിടെയും കൊടുത്തിട്ടുള്ളത്. ഒരു രേഖയിൽ പോലും, ഇനി വ്യാജമായിട്ടാണെങ്കിൽ പോലും ഒരു രേഖയിൽ പോലും ചാർലി എന്നൊരു പേര് ഗോവിന്ദസ്വാമി കൊടുത്തിട്ടില്ല എന്നത് നമുക്ക് ആ വിധിന്യായത്തിൽ കൃത്യമായിട്ടും പറയാൻ സാധിക്കും. പല കേസുകളിലും ഈ പറയുന്ന വ്യക്തി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ കടന്നിട്ടുണ്ട്, പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പല കേസുകളിലും ഒരു കേസിൽ പോലും നമ്മൾ ഈ രേഖ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഈ ചാർലി എന്ന പേരില്ല. രമേശ്, രാജ, കൃഷ്ണ എന്നൊക്കെയുള്ള പേരുകളാണ് പോലീസ് രേഖകളിലുള്ളത്. അപ്പോൾ ആ വാദഗതിയും അവിടെ ഖണ്ഡിക്കപ്പെടുകയാണ്. നമുക്കത് സംശയമുള്ളവർക്ക് ഞാനതിൻ്റെ പാരഗ്രാഫ് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. 407-ാമത്തെ പാരഗ്രാഫ് നോക്കിയാൽ മതി, അത് നെറ്റിൽ അവൈലബിൾ ആണ്. തമിഴ്നാട് പോലീസിൻ്റെ രേഖയിലും ഈ ചാർലി എന്നൊരു പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ വളരെ വ്യക്തമാണ്, കോടതി രേഖകളിലില്ല, പോലീസ് രേഖകളില്ല. ആപ്പാടെ ചാർലി എന്ന് പറയുന്നത് ഈ ഗോവിന്ദസ്വാമി ആ സമയത്ത് പിടിക്കപ്പെട്ട സമയത്ത് കൊടുത്ത ഒരു വ്യാജ മൊഴിയാണ്. അത് പോലീസ് കൃത്യമായിട്ടും അന്വേഷിച്ചു, അത് ഫേക്കാണ് എന്ന് കൃത്യമായിട്ടും മനസ്സിലായി. അതിനുശേഷം ഗോവിന്ദസ്വാമി വീണ്ടും ചോദ്യം ചെയ്തു. ഗോവിന്ദസ്വാമി ഉള്ള സത്യം തുറന്നു പറഞ്ഞു, പോലീസിനോടും തുറന്നു പറഞ്ഞു, തന്നെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കിയിട്ടുള്ള ഡോക്ടറോടും തുറന്നു പറഞ്ഞു. പിന്നെ ഈ തമിഴ്നാട് പോലീസിൻ്റെ രേഖകളിൽ ഗോവിന്ദസ്വാമി ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ആ ഒരു ഡേറ്റാബേസിൽ ചാർലി എന്നൊരു പേരില്ല, വേറെ പല പേരുകളിലുമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ പേര് ആരോ പടച്ചുവിടുന്നു, ഒരു സോഴ്സിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി പടച്ചുവിടപ്പെട്ട ഒരു പേരാണെന്ന കാര്യത്തിൽ തർക്കമില്ല.